അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഇന്നത്തെ നോമ്പ് തുറൻ്റെ പറഞ്ഞു തരാം കേട്ടോ. 2-3 ദിവസമായി വീഡിയോ ഒന്നും ഇടലില്ല. ഞാൻ ഹോസ്പിറ്റൽ കേസായിരുന്നു. ഇപ്പം കഴിഞ്ഞ് ഇപ്പം ഇന്നാണ് വന്നിരിക്കുന്നത് കേട്ടോ. ചിക്കൻ കറി വെക്കുക, പത്തിരി ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ചിക്കൻ കറി വെക്കുകയാണ്. ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഇട്ടു. അത് പൊട്ടിയ ശേഷം വലിയ ഉള്ളി ഇട്ടു. അത് നന്നായി വാടി വന്ന ശേഷം തക്കാളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഇന്ന് വേറെ സിമ്പിളായിട്ട് കറി വെക്കുക കേട്ടോ. അത് നന്നായി ഒന്ന് വാടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം കൂട്ടിയിട്ടൊന്ന് ചതച്ചാൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് വെച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കറി. അപ്പോൾ അത് ഇട്ടു. അതൊന്ന് പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റുക. പിന്നെ പൊടികളിടുക കേട്ടോ. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി കേട്ടോ. അതൊന്ന് വഴറ്റിയതിന് ശേഷം മണമൊക്കെ ഒന്ന് പോയി കുറച്ച് കഴിയുമ്പോഴേക്കും അതിലേക്ക് ചിക്കൻ ഇട്ടു കേട്ടോ. ചിക്കൻ ഇട്ടു, ലേശം കറിവേപ്പിൻ്റെ ഇലയും ഉപ്പും ഇട്ട് അത് 2 വിസിലിട്ടു കേട്ടോ. അതായി കേട്ടോ. പിന്നെ നമ്മൾ സ്ട്രോബെറി ജ്യൂസ് അടിക്കാൻ വെച്ചിട്ടാണ്. സ്ട്രോബെറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടമല്ല കേട്ടോ സ്ട്രോബെറി. പക്ഷെ അടിച്ച് നോക്കുമ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ. സ്ട്രോബെറി ജ്യൂസ് അടിക്കാൻ വേണ്ടി സ്ട്രോബെറി ഇട്ടു. ഒരു 4 ഈത്തപ്പഴം, 2 ടീസ്പൂൺ പഞ്ചസാര, ഒരു കട്ടപ്പാൽ വാങ്ങിയതാണ് കേട്ടോ. അതും കൂടി മേടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രസമാണ്. ഇപ്പം നോമ്പൊക്കെ അല്ലേ. പിന്നെ അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പില്ലേ, അത് ചെറുതായി പീസാക്കിയിട്ട് അത് ഇട്ട് നോക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. കുടിക്കുമ്പോൾ ഒന്നൊക്കെ ചെറുതായി കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുണ്ടാക്കി ചായ വെച്ചു. ചായ ആയി. പത്തിരി കറി ഇതൊക്കെയാണ് ഇന്നത്തെ. പിന്നെ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ലൈമും സമൂസയുണ്ട്. അതിൻ്റെ വീഡിയോ പിന്നെ ഞാൻ ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാ.